സ്കൂളിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം +2 കാലഘട്ടം നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിച്ച അരിക്കുട്ടി സാർ പറയുകയുണ്ടായി +2 വിദ്യാഭ്യാസത്തെ കുറിച്ച്. ശരിക്കും ഇത് വേറൊരു കടമ്പയാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളല്ല ഇനി അങ്ങോട്ട് ഉള്ളത്. ഈ ഇന്നത്തും അവിടെ അഡ്മിഷൻ എടുത്ത സയൻസ് സബ്ജക്റ്റ് ആയാലും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ വിശിഷ്ട വ്യക്തികളെ, ആദരണീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സ്നേഹനിധികളായ വിദ്യാഭ്യാസത്തിന്റെ +1 ബാച്ചിന്റെ അങ്ങനെ കാരണം വിദ്യാർത്ഥികളെല്ലാം പുറത്തിരിക്കുന്നതുകൊണ്ട് അവരുമായിട്ട് ഡയറക്റ്റായിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നില്ല. എന്നാൽ തന്നെയും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് ഏതായാലും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി വേണ്ടത് അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിലേക്ക് കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ചില ന്യൂറോൺസ് നമ്മൾ കണക്ട് ചെയ്യും. അത് സ്ഥിരമായിട്ട് നമ്മൾ അതിനകത്ത് മാക്സിമം ഒരു പ്രൊഡക്റ്റ് കിട്ടുവാനുള്ള ഒരു സംവിധാനം. അപ്പൊ അതേ രീതിയിൽ ഏത് കാര്യമായി ഇപ്പൊ പല കുട്ടികളും കണക്കിന് മോശമാണെന്ന് അത് കണക്ക് ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെതായുള്ള ചില നിയമകാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കുക. ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ ആ ഒരു രീതി കൈക്കൊള്ളേണ്ടതാണ്. നമുക്ക് സ്കൂളിൽ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറിൽ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡുകൾ ഒക്കെ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുക. ഇപ്പൊ സയൻസ് എടുത്ത കുട്ടികൾക്ക് ഡോക്ടർ ആകാനോ അല്ലെങ്കിൽ അതിന് റിസർച്ച് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ IAS എടുത്ത് പോകാനോ ഒക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കണ്ട് അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം നടത്തുക, അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടത് ജിജ്ഞാസയാണ്. എന്ത് കാര്യത്തെ കുറിച്ചും അറിയണം, അത് എന്തുകൊണ്ട് തന്നെ വന്നു, അപ്പൊ അതിന് എങ്ങനെ അത് മനസ്സിലാക്കാം. Asana, oh iya. ഇവിടെ നേരത്തെ 10-22 വർഷം നമ്മൾ പറപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കാണ്. ആ ഒരു അന്തരീക്ഷം അന്തരീക്ഷം അതൊരു സുഖമല്ലേ. ഇല്ലേ അവരെ ഇത് വന്നതല്ലേ. അതുപോലെ തന്നെ മൂന്നാമത്തെ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വാളിറ്റിയുടെ കാര്യം ചെയ്യുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും അതിനുവേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുക.